മൊബൈൽ ഫോണുകൾ നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിട്ട് കാലം കുറച്ചായി. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗത്തെയും അനുബന്ധ പ്രശ്നങ്ങളെയും കുറിച്ച് നാം നിരന്തരം കേൾക്കുന്നതുമാണ്. അത്തരത്തിൽ ഫോൺ ഉപയോഗം കൂടുന്നതുകൊണ്ട് ആളുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിലെ ചർച്ചാ വിഷയങ്ങളിൽ ഇടം പിടിക്കാറുള്ള ഒന്നാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സ്മാർട്ട് ഫോൺ പിങ്കി എന്നൊരു ശാരീരിക പ്രശ്നം കൂടി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. ഒരു നിയന്ത്രണവുമില്ലാതെ മണിക്കൂറുകളോളം ഫോണിൽ സമയം ചെലവഴിക്കുകയും പിന്നീട് അത് ഓർത്ത് വെറുതെ സമയം കളഞ്ഞു എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകും. നമ്മൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിലേക്കാണ് സ്മാർട്ട് ഫോൺ പിങ്കി എന്ന പ്രശ്നം വരുന്നത്. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നത് മൂലം വിരലുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെയാണ് സ്മാർട്ട് ഫോൺ പിങ്കി എന്ന് പറയുന്നത്. ഫോണിന്റെ അമിതോപയോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ നാം കണ്ണിന്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് ആശങ്കാകുലരാകാറ്. എന്നാൽ ഫോണിനെ താങ്ങി നിർത്തുകയും നമുക്ക് ആവശ്യമുള്ളതിനെ സ്ക്രീനിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന വിരലുകളെ കുറിച്ച് ഓർക്കുന്നവർ താരതമ്യേന കുറവായിരിക്കും. ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് വിരലുകൾക്ക് വേദന ഉണ്ടാകാറുണ്ടെങ്കിലും കണ്ണിന് കൊടുക്കുന്ന പ്രാധാന്യത്തോടെ അതിനെ സമീപിക്കാറില്ല എന്നതാണ് വസ്തുത. ഈ ഒരു സാഹചര്യത്തിലാണ് ക്യൂറിയസ് പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത്. സ്മാർട്ട് ഫോൺ പിങ്കി എന്ന വാക്ക് വളരെ ചുരുക്കം ചിലർക്ക് മാത്രം അറിയാവുന്ന ഒന്നാണെന്നും കൂടുതൽ പേർക്കും ഇതിനെപ്പറ്റി കൃത്യമായ ധാരണയില്ലെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു ഔദ്യോഗിക മെഡിക്കൽ രോഗനിർണയമല്ലെന്ന കാര്യം കൂടി പഠനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്.